നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അതെന്താണെന്നറിയോ? നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്ന ഒരു കാര്യം. ഹായ് ഓൾ, ഞാൻ അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. നമുക്കറിയാം, നമ്മൾ ഓരോ തവണയും മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മെ തന്നെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മളെ കമ്പയർ ചെയ്യാനുള്ള പ്രധാന വില്ലൻ എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയ ആണ്, അല്ലേ? കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ, കൊളീഗ്സിന്റെ, അല്ലെങ്കിൽ നമുക്കറിയുന്ന നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഹൈലൈറ്റ് റീൽസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് എല്ലാം ഉണ്ട്. അവർക്ക് നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല കാറ്, നല്ല വീട്, നല്ല ഫാമിലി. അപ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒന്നും ഇല്ലാത്തത് എന്നല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പണ്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പഠിച്ചത് നഴ്സിംഗ് ആണ്. അപ്പം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും തന്നെ പുറത്ത് കൺട്രീസിലാണ്, US, UK, ഓസ്ട്രേലിയ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസിലാണ്. അപ്പോൾ അവരെല്ലാവരും വളരെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പണ്ട് ആ ഒരു സമയത്ത് ഓർക്കൂട്ടൊക്കെ ആയിരുന്നു, അല്ലേ? അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ പിന്നെ അവിടെ ചെന്നിട്ടൊക്കെയാണല്ലോ, അവർ വിളിക്കുമ്പോൾ പറയും, മാം വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ ഞങ്ങളുടെ കഷ്ടപ്പാട് എത്രമാത്രമാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ഇടുമ്പോൾ ഫേസ്ബുക്ക് റീൽസ് ഒക്കെ ഇടുമ്പോൾ നല്ലതായിട്ട് നമ്മൾ ഇടുന്നതാണ്, പക്ഷെ നമ്മൾ നല്ല കഷ്ടപ്പാട് തന്നെയാണ്. ഞങ്ങളിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് പുറമെ ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം. അവരവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള റീൽസ് ആണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു വിത്തല്ല, കുറച്ച് വിത്തുകൾ ഇട്ടാൽ ഓരോ വിത്തും ഓരോ സമയത്താണ് മുളച്ചു വരുന്നത്, അല്ലേ? ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് ആ ഒരു സമയത്ത് അത് മുളച്ച് രണ്ടും വൃക്ഷമാകും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് ചിലപ്പോൾ രണ്ട് വിത്തുകൾ തമ്മിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം ആരുമായിട്ട്. നമുക്ക് നമ്മുടെ ഇന്നലെയും നമ്മുടെ ഇന്നിനെയും നമുക്ക് കമ്പയർ ചെയ്യാം. ഇന്നലത്തേനെക്കാട്ടും 1% ഞാൻ ഇന്ന് ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യെസ്റ്റർഡേസിനെയും നമ്മുടെ ടുഡേസിനെയും നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാളുടെയും കോപ്പിയല്ല, അല്ലെ? നമ്മൾ ഒറിജിനൽ 916 ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ യുണീക്കാണ്. നമ്മുടെ യുണീക്നെസ് മനസ്സിലാക്കുക. നമ്മുടെ യാത്ര, നമ്മുടെ സമയം, നമ്മുടെ ലക്ഷ്യം ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിജയികളായി നമ്മളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും അമർത്താനായിട്ട് ശ്രമിക്കുക. കാരണം ബെൽ ബട്ടൺ കൂടെ ഇട്ടാലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിനകത്ത് എങ്ങനെ നമ്മുടെ ബെറ്റർ വേർഷൻ ഓരോ ദിവസവും നമ്മളെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടാസ്കും ചലഞ്ചസും ആയിട്ട് പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി വളരെയധികം ആക്റ്റീവാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.